It's me Junusar from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ഓണം എക്സാം അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഷുവർ ക്വസ്റ്റ്യൻസ്, അതായത് ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ ഞാൻ പറയുന്ന 4 ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓണം എക്സാം നടക്കുക തന്നെയില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ടോപ്പിക് എന്നായിരിക്കും നിങ്ങളുടെ ഓണം എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അത്തരം പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? വേഗം പോകാം. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്കറിയാം, ന്യൂക്ലിയോടൈഡുമായി ബന്ധപ്പെട്ട ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം തരും മക്കളെ. ഈ ചിത്രം തന്നിട്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യനിലും ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് ഡസ് ദ ഇലുസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഈ ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം ഇത് എന്തിൻ്റെ ചിത്രമാണ്? ന്യൂക്ലിയോടൈഡിൻ്റെ ചിത്രമാണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മോളിക്യൂൾ ലാബിൾഡ് എക്സ്? ഈ എക്സ് അടയാളപ്പെടുത്തിയ ഈ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താ? ഇതാണ് സാറേ ഫോസ്ഫേറ്റ് അല്ലേ? ഫോസ്ഫേറ്റിൻ്റെ ധർമ്മം എന്താ? പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ് ടുഗദർ. അതായത് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ ന്യൂക്ലിയോടൈഡ്. ഏതെങ്കിലും എഴുതാം, അല്ലെങ്കിൽ എന്താ? ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ് ടുഗദർ, അങ്ങനെ എഴുതാം. ഓക്കെ, ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ആരാ? ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, ഫോസ്ഫേറ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. അടുത്ത് വൈ സെഡ് എന്നീ കാര്യങ്ങൾ തിരിച്ചറിയുക. വൈ എന്ന് പറഞ്ഞാൽ ഷുഗർ, പഞ്ചസാരയാണ്. സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നൈട്രജൻ ബേസ് ആണ്. DNA, RNA എന്നിവയിൽ വൈ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? DNA-യിലാണെങ്കിൽ ഷുഗർ, പഞ്ചസാര എന്ന് പറഞ്ഞാൽ എന്താ? ഡിയോക്സി റൈബോ ഷുഗർ. DNA-യിലാണെങ്കിൽ എന്താ? ഡിയോക്സി റൈബോ ഷുഗറും. RNA-യിലാണെങ്കിലോ റൈബോസ് ഷുഗർ, റൈബോസ് പഞ്ചസാരയാണ്. അത് ഓർത്തു വെക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം എഴുതി വെക്കുന്നത് കണ്ടോ? SSLC എവിടെ? യെസ്, SSLC. അയ്യോ, ഇതാ SSLC ഓണം എക്സാം 2026 എൻ്റെ മക്കളോട് 100% ചോദിച്ചിരിക്കും. ഒരു ന്യൂക്ലിയോടൈഡുമായി ബന്ധപ്പെട്ട ചോദ്യം നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും. ഇത് ജുനുസാറ് പറയുന്ന വാക്കാണ്. വന്നിരിക്കും. എന്നാൽ അടുത്തൊരു ചോദ്യം പിടിച്ചോ. ഒരു ക്രോമസോമുമായി ബന്ധപ്പെട്ടതാ. അതായത് സൊമാറ്റിക് ക്രോമസോം, അതായത് സെക്സ് ക്രോമസോം, സ്വരൂപ ക്രോമസോം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗമുണ്ടല്ലോ. സൊമാറ്റിക് ക്രോമസോം, സെക്സ് ക്രോമസോം, സ്വരൂപ ക്രോമസോം, ലിംഗനിർണ്ണയ ക്രോമസോം. ആ ഭാഗത്ത് ആരും അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന 2 ചിത്രങ്ങളാണ് ഈ 2 ചിത്രം. നോക്കിക്കോ, ഈ 2 ചിത്രം തന്നിട്ടോ. വിച്ച് ഇലുസ്ട്രേഷൻ റെപ്രസെന്റ് സെക്സ് ക്രോമസോം ഇൻ മെയിൽ? അതായത് പുരുഷന്മാരുടെ ലിംഗനിർണ്ണയ ക്രോമസോമിനെ സൂചിപ്പിക്കുന്ന ചിത്രം ഇതിൽ ഏതാണ്? അപ്പോൾ എൻ്റെ മക്കൾക്ക് അറിയാം, ആണിൻ്റെ ലിംഗനിർണ്ണയ ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് മക്കളെ? അത് എക്സും വൈയും ആണ്. പെണ്ണിൻ്റെ ആണെങ്കിൽ എക്സും ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടും സെയിം വലുപ്പമാണ്. എക്സും. പെണ്ണാണെങ്കിൽ, ഫീമെയിൽ ആണെങ്കിൽ എന്താ? പെണ്ണാണെങ്കിൽ എക്സ്. അപ്പോൾ രണ്ടും സെയിം വലുപ്പമാണ്. നമ്മളൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്, എക്സ് ക്രോമസോം വൈ ക്രോമസോമിനേക്കാൾ എന്താണ്? വലുതാണ്. എക്സ് ക്രോമസോം വലുതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഒന്ന് വലുതും ഒന്ന് ചെറുതാകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? ഇതാണ് ആണിനെ റെപ്രസെന്റ്. ഇത് സെയിം വലുപ്പല്ലേ? അപ്പോൾ ഇത് എക്സും ആണ്. അപ്പോൾ ഇത് പെണ്ണാണ്, ഇത് ആണാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഏതാ റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചില്ലേ? യെസ്, ഫിഗർ എ ആണ്. ഓപ്ഷൻ എ ആണ് ആണിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വൈ ക്രോമസോമിൽ SRY ജീൻ്റെ ധർമ്മം എന്ത്? വാട്ട് ദ ഫംഗ്ഷൻ ഓഫ് SRY പ്രസന്റ് ഇൻ വൈ ക്രോമസോം? എന്താ? SRY ജീൻ ഓൺ വൈ ക്രോമസോം ഈ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദി എംബ്രിയോ. ഭ്രൂണാവസ്ഥയിൽ വൃഷണങ്ങളുടെ വികാസത്തിന് സഹായിക്കുന്നു. അതായത് എംബ്രിയോ, ഭ്രൂണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു അമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ പറ്റി പിടിച്ചിരിക്കുന്ന രൂപത്തെ വിളിക്കുന്ന പേരാണ് എംബ്രിയോ, ഭ്രൂണം. ഈ അവസ്ഥയിൽ ടെസ്റ്റിസ്, വൃഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണിൻ്റെ സെക്സ് ഓർഗൻ, ആണിൻ്റെ ലിംഗമുണ്ടല്ലോ, പെനിസ്. ആ പെനിസിന് താഴെ കാണുന്നതാണ് ടെസ്റ്റിസ്. ആ ടെസ്റ്റിസ് അല്ലെങ്കിൽ ആ വൃഷണത്തിൻ്റെ വളർച്ച എപ്പോൾ തുടങ്ങുന്നുണ്ട്? ഒരാൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ എംബ്രിയോ സ്റ്റേജിൽ, ഭ്രൂണാവസ്ഥയിൽ തന്നെ തുടങ്ങുന്നുണ്ട് എന്നാണ് അർത്ഥം. അതിന് സഹായിക്കുന്ന ജീനാണ് SRY ജീൻ. അതിൻ്റെ ധർമ്മം പഠിക്കാതെ എക്സാം ഹാളിലേക്ക് പോകരുത്. ക്രോമസോമിൻ്റെ ഭാഗത്തുനിന്ന് 100% നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. ഇത് ജുനുസാർ പറയുന്ന വാക്കാണ്, ശ്രദ്ധിച്ചോ? ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യം പിടിച്ചോ. ഒരു ക്രോസിംഗ്, മെൻ്റലിൻ്റെ ക്രോസിംഗ് ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇതാ പ്രഡിഷൻ തരുന്നത്. ഇതാ ഓണം എക്സാം 2026 എൻ്റെ മക്കളോട് ചോദിച്ചിരിക്കും, മെൻ്റലിൻ്റെ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല തന്നെ ഈ ജുനുസാർ പറയും. അത്ര ഇമ്പോർട്ടൻ്റാണ്. അതും നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 17 18 ആവാനാണ് ചാൻസ്. ഇത് എഴുതി വെച്ചോ, ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോ. യെസ്, ഇതുപോലൊരു ചോദ്യം നമ്മൾ ഒരുപാട് ക്രോസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കടാ. റെഡ് ഫ്ലവർ, ചുവന്ന പൂവാണ്. വൈറ്റ് ഫ്ലവർ, ഇത് ഏത് ചെടിയാണ്? 4 മണി ചെടി, 4 o'clock പ്ലാന്റ് ആണെന്ന് അവർ തന്നിട്ടുണ്ട്. 4 o'clock പ്ലാന്റ് 4 മണി ചെടി തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക്
മനസ്സിലായി ഇതെന്താണ് മെൻ്റലിൻ്റെ നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസിൽ പെട്ടതല്ലേ. നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസ്, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, കോ ഡൊമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസം, പോളിജനിക് ഇൻഹെറിറ്റൻസ് തോരാതെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു ചോദ്യമാണ് നമുക്ക് മനസ്സിലായി. 4 o'clock പ്ലാൻ ആണ് കണ്ടു. റെഡ് ചുവന്ന പൂവും വൈറ്റ് ഫ്ലവർ വെള്ളപ്പൂവിനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിങ്ക് കളറിലെ ഫ്ലവർ കിട്ടി, പൂവ് കിട്ടി എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റീസൺസ് ഓഫ് അപ്പിയറൻസ് ഓഫ് പിങ്ക് ഫ്ലവർ ഇൻ ദി F1 ജനറേഷൻ? ഈ F1 ജനറേഷനിൽ പിങ്ക് കളർ, അതായത് 1ാം തലമുറയിൽ പിങ്ക് കളറിലെ പൂവ് കിട്ടാൻ കാരണം എന്താ? അവിടെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിനെ കുറിച്ച് പറയുന്നത്. എന്താ? പ്രകട ഗുണത്തിൻ്റെ അലീലിനെ ഗുപ്ത ഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമായും മറക്കാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം പറയുന്നുണ്ട്, ആ പച്ചപ്പെട്ടി വായിച്ചാൽ മതി. അതെന്താ? അതായത് ഡൊമിനൻ്റ് അലീലിന് ആരെ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, റെസസീവ് അലീലിനെ കംപ്ലീറ്റ്ലി എന്താ പറ്റിയിട്ടില്ല, ഹൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ചോദ്യം നോക്കി വെക്കണം. ഡ്രോ ദ ഇല്ലുസ്ട്രേഷൻ. ഇതിന് 1 മാർക്കായിരിക്കും, ഇതിന് 2 മാർക്ക് കാരണം. ദ ഫോർമേഷൻ ഓഫ് F2 ജനറേഷൻ ആൻഡ് ഫൈൻഡ് ദ ഫീനോടൈപ്പ്. ദ F2 തലമുറയുടെ രൂപപ്പെടുന്ന ചിത്രീകരണം തയ്യാറാക്കി ഫീനോടൈപ്പ് തയ്യാറാക്കുക. 2 മാർക്കാണ്. അപ്പോൾ ഇവിടെ തന്നത് F1 ആണ്. F1 നമ്മൾ F2 എങ്ങനെയാടാ? F1 F2 ആക്കണമെങ്കിൽ അതിന് സെൽഫ് പോളിനേഷൻ നടത്തുക. അപ്പോൾ ഈ വേർഡ് എഴുതി മറക്കല്ല കേട്ടോ. സെൽഫ് പോളിനേഷൻ ഓഫ് ദി F1. 1ാം തലമുറയെ എന്തു ചെയ്യുന്നു? സ്വപരാഗണം നടത്തുന്നു എന്ന് എഴുതിയിട്ട് ഇവിടെ കിട്ടിയത് ഏതാ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ? അതിന് സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ എങ്ങനെ എഴുതുക? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സ്മോൾ ആർ എന്ന് പറയാം, കുഞ്ഞാർ എന്ന് പറയട്ടോ. ഇങ്ങനെ എഴുതിയിട്ട് ആദ്യം ഇതിൻ്റെ ഗാമേറ്റ്സ് ബീജകോശം എഴുതുക. ഗാമേറ്റ്സ് കാണുന്നില്ലേ? ഗാമേറ്റ്സ് ബീജകോശം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും സെയിം അല്ല. ഒന്ന് ക്യാപിറ്റൽ ആറും മറ്റ് സ്മോൾ ആർ ആയതുകൊണ്ട് ഒന്നിനെ ക്യാപിറ്റൽ ആറിനെ ഇങ്ങോട്ടെടുക്കുക, സ്മോൾ ആറിനെ ഇങ്ങോട്ടെടുക്കുക, ക്യാപിറ്റൽ ആറിനെ ഇങ്ങോട്ടെടുക്കുക, സ്മോൾ ആറിനെ ഇങ്ങോട്ട് സെപ്പറേറ്റ് എടുക്കുക. എന്നിട്ട് ഇതിനെ ഇതായിട്ട് ക്രോസ് ചെയ്യുക, ക്യാപിറ്റൽ ആർ. ഇതിനെ ഇതായിട്ട് ക്രോസ് ചെയ്യുക, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിനെ ഇതായിട്ട് ക്രോസ് ചെയ്യുക, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? ക്യാപിറ്റൽ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് സ്മോൾ ആർ. അതാണ് സ്മോൾ ആർ. കിട്ടിയോടാ? അപ്പോൾ ഇതിൻ്റെ ഫീനോടൈപ്പ് എന്താ? ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കുക, ക്യാപിറ്റൽ ആർ വന്ന സമയത്ത് എന്താ? റെഡ് ഫ്ലവർ, ചുവന്ന പൂവാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇതാണ് റെഡ് ഫ്ലവർ അല്ലെങ്കിൽ എന്താ? ചുവന്ന പൂവ്. ഇനി അടുത്തതാണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഏതാണ്? പിങ്ക് ഫ്ലവർ ആണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇതാണ് പിങ്ക് ഫ്ലവർ, പിങ്ക് പൂവ്. ഇതാണ് പിങ്ക് പൂവ്. ഇനി അടുത്തതാണ് സ്മോൾ ആർ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് സ്മോൾ ആർ എന്ന വൈറ്റ് ഫ്ലവർ ആണ്, വെളുത്ത പൂവാണ്. അപ്പോൾ ഇതെന്താണ്? വൈറ്റ് ഫ്ലവർ, വെളുത്ത പൂവ്. ഞാൻ അവിടുത്തെ റേഷ്യോ ആണെങ്കിൽ എഴുതിച്ചോ. ചുവന്ന പൂവ് എത്ര ഉണ്ട്? 1. പിങ്ക് പൂവ് എത്ര ഉണ്ട്? 2. വെളുത്ത പൂവ് എത്ര ഉണ്ട്? 1. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് 1:2:1. ജസ്റ്റ് ചോദിച്ചത്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, നമ്മൾ വിവരേണ്ടത് കണ്ടോട്ടെ. ഓക്കെ, അടിപൊളി ചോദ്യമല്ലേ? 100% മക്കളെ. ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. മെൻ്റലിൻ്റെ ക്രോസിങ്ങുമായി ഒന്നെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എൻ്റെ മക്കൾ എഴുതാൻ മറക്കരുത്, അടിപൊളിയായിട്ട് എഴുതി വരണം. എന്നാൽ അടുത്ത ചോദ്യം പിടിച്ചോ. യെസ്, 1ാം ചാപ്റ്ററിൽ ഇവൻ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അത് തന്നെ പറയാം. അതാണ് പ്രോട്ടീൻ സിന്തസിസ്. ഇവിടെ സ്റ്റേജ് 1 തന്നു, സ്റ്റേജ് 2 തന്നു, ഇവിടെ A തന്നിട്ടുണ്ട്, ഇവിടെ B തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് സ്റ്റേജ് 1, സ്റ്റേജ് 2, ഘട്ടം 1, ഘട്ടം 2 എന്നിവ സൂചിപ്പിക്കുന്ന പ്രക്രിയ പേര് എഴുതുക. ഈ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2 ഏതാ? ഒന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ, മറ്റേതാണ് എന്ത്? ട്രാൻസ്ലേഷൻ. ഒന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ, മറ്റേതാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അടുത്ത് ഘട്ടം 1 ഉൽപ്പാദിപ്പിക്കുന്ന B എന്ന തന്മാത്രയുടെ പേരും ധർമ്മവും എഴുതുക. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് mRNA ഫംഗ്ഷൻ എന്താ? മെസ്സഞ്ചർ RNA എന്നാ. എന്താ? DNA-യിൽ നിന്നുള്ള പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള സന്ദേശം എവിടേക്ക് എത്തിക്കുക? റൈബോസോമിൽ എത്തിക്കുക. ക്യാരി മെസ്സേജസ് ഫ്രം contain messages for protein synthesis അല്ലെങ്കിൽ എന്താ? ക്യാരി മെസ്സേജസ് ഫ്രം DNA ടു റൈബോസോം. DNA എന്ന് മെസ്സേജ് എത്തിക്കുക, റൈബോസോമിലേക്ക് എത്തിക്കുക. ഇനി അടുത്ത ലാസ്റ്റ് ചോദ്യം നോക്കിയോ. A എന്ന പദാർത്ഥത്തിൻ്റെ നിർമ്മാണത്തിലെ tRNA-യുടെ പങ്ക്. A എന്ന് പദാർത്ഥം ഏതാ? ഇവിടെ കണ്ടോ, A എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇവിടെ. കണ്ടോ, A എന്ന് പറഞ്ഞ അമിനോ ആസിഡാ. അപ്പോൾ അമിനോ ആസിഡ് ഉണ്ടാവാൻ tRNA എന്തിനാ സഹായിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയാലോ. എന്താ? tRNA ഫുൾ ഫോം ആണ് ട്രാൻസ്ഫർ RNA. ഒരെന്താ ചെയ്യുക? ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള അമിനോ ആസിഡൊക്കെ പിടിച്ച് റൈബോസോം
റൈബോസോമക്ക് എത്തിക്കുക അല്ലേ? ക്യാരി കൊണ്ടുപോകുന്നു. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അല്ലെങ്കിൽ സ്പെസിഫിക് അമിനോ ആസിഡ് ടു റൈബോസോം. ദാ ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു റൈബോസോം ബേസ്ഡ് ഓൺ ദ മെസ്സേജസ്. നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു റൈബോസോം. അമിനോ ആസിഡുകളുടെ റൈബോസോമിൽ എത്തിക്കുന്നു. മക്കളെ, ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരു സാമ്പിളായിട്ടാണ് ഞാൻ തന്നത്. ഇന്ന് ഞാൻ ഈ കൃത്യം 7:00 നമ്മുടെ MS സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ മക്കൾക്ക് 1ാം ചാപ്റ്റർ ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ചാപ്റ്റർ പഠിച്ച കുട്ടിയാണോ ഒന്നും അറിയുന്നില്ലെങ്കിലും ഇന്നത്തെ ലൈവിൽ വന്നോ, ഞാൻ അത് മുഴുവൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും അവിടെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ കൃത്യം 7:00 മറക്കണ്ട. ഇറ്റ്സ് മീ ജുനു സാർ ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ.